Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ടോപ്പിക്കാണ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റാർട്ടഡ് വിത്ത് ദ മോഡിഫിക്കേഷൻസ് ഓഫ് PCM അല്ലേ. അതിനകത്ത് DPCM ആണ് നമ്മൾ അന്ന് പഠിച്ചിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ ആയിരുന്നു, DPCM. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡെൽറ്റ മോഡുലേഷൻ ഓർ ഇറ്റ്സ് ഓൾസോ ഇൻ ഷോർട്ട് നമ്മൾ DM എന്നും പറയും, ഡെൽറ്റ മോഡുലേഷൻ. സോ അവിടെ ഞാൻ പറഞ്ഞിരുന്നു സിഗ്നലിനെ നമ്മൾ ഹയർ റേറ്റിൽ സാമ്പിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഡെൽറ്റ മോഡുലേഷനും സിഗ്നൽ വളരെ ഹൈ റേറ്റിൽ നമ്മൾ സാമ്പിൾ ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഓവർ സാമ്പിൾഡ് ഓർ അറ്റ് എ വെരി ഹൈ റേറ്റ് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെൽറ്റ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈ സാമ്പിളിംഗ് റേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ സാമ്പിളിംഗ് റേറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്തുള്ള സാമ്പിൾസ് കിട്ടും അല്ലേ. ഹൈ സാമ്പിളിംഗ് റേറ്റ് മീൻസ് FS ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. FS ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, TS കുറയും. ദാറ്റ് മീൻസ് ഓരോരോ സാമ്പിളിൻ്റെയും ബിറ്റ്വീനുള്ള ഇൻ്റർവെല് കുറയും. ദാറ്റ് മീൻസ് നമുക്ക് അടുത്തടുത്തുള്ള സാമ്പിൾസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തുള്ള സാമ്പിൾസ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ അടുത്തടുത്ത് ഉള്ള സാമ്പിൾസ് പെട്ടെന്ന് ചേഞ്ച് ആവത്തില്ല അല്ലേ. ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 4 ആണെങ്കിൽ മേ ബി നെക്സ്റ്റ് വൺ വിൽ ബി 4.01. സോ അത് തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഹൈ കോറിലേഷൻ വളരെ ഹൈലി കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സാമ്പിളിൻ്റെ ഡിഫറൻസ്, അടുത്തടുത്തുള്ള രണ്ട് സാമ്പിൾസിൻ്റെ ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ ആ ഡിഫറൻസ് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ആൻഡ് ഓൾസോ ദിസ് വാല്യൂ വിൽ ബി വെരി സ്മോൾ സോ ദാറ്റ് ജസ്റ്റ് 1 bit ഈസ് ഇനഫ് ടു റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് സാമ്പിൾ. മനസ്സിലായല്ലോ അല്ലേ. അതായത് നമ്മൾ ആ ഒരു സിഗ്നലിനെ ഹൈ സാമ്പിളിംഗ് റേറ്റിൽ സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് അടുത്തടുത്തായിരിക്കും. അപ്പോൾ ഈ രണ്ട് അടുത്തടുത്തുള്ള സക്സസീവ് സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അല്ലേ. 4 and 4.1 ആയിരിക്കാം നെക്സ്റ്റ് സക്സസീവ് സാമ്പിൾസ്. ഡിഫറൻസ് ഈസ് 0.1 വിച്ച് ഈസ് വെരി സ്മോൾ. സോ അങ്ങനെ വളരെ സ്മോളായിട്ട് കിട്ടുന്ന ആ വാല്യൂവിനെ നമുക്ക് 1 bit വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ആ ഡിഫറൻസ് സാമ്പിളിനെ. അപ്പോൾ അതാണ് ഈ ഡെൽറ്റ മോഡുലേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ മോഡുലേഷനെ നമ്മൾ ഞാൻ പറഞ്ഞു ഓരോ സാമ്പിളിനെയും നമ്മൾ മോഡുലേറ്റ് ചെയ്ത് അയക്കുന്ന ഓരോ സാമ്പിളിനും നമ്മൾ 1 bit വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഐദർ 1 or 0. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് 0, 0, 0, 1 അങ്ങനെ 2 bit ഉപയോഗിക്കത്തില്ല, ജസ്റ്റ് 1 bit ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ മോഡുലേഷനെ നമ്മൾ 1 bit DPCM എന്നും പറയും. ഓക്കെ, 1 bit DPCM എന്നും പറയും. 1 bit ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് നമ്മൾ പറയും. ബിക്കോസ് നമ്മൾ DPCM പഠിച്ചപ്പോഴും ഞാനവിടെ പറഞ്ഞു നമ്മൾ ഡിഫറൻസ് ഇൻ ദ സാമ്പിൾസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അവിടെ 1 bit വെച്ചിട്ടല്ലായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത് മേ ബി ദ ഡിഫറൻസ് സാമ്പിളിൽ. പക്ഷേ ഇവിടെ ആ ഡിഫറൻസ് ഈസ് വെരി സ്മോൾ സോ ദാറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് സാമ്പിൾ യൂസിങ് 1 bit. ആൻഡ് സോ ദിസ് ഡെൽറ്റ മോഡുലേഷൻ ഈസ് ഓൾസോ നോൺ ആസ് 1 bit DPCM. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ ട്രാൻസ്മിറ്റർ. ഡെൽറ്റ മോഡുലേഷൻ്റെ ട്രാൻസ്മിറ്റർ ബ്ലോക്കിലേക്ക് നമുക്ക് പോകാം. സോ ദിസ് ഈസ് ഹൗ യു റെപ്രസെൻറ്റ് ദ ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡെൽറ്റ മോഡുലേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് എന്താണ്, ഇതൊരു സബ്ട്രാക്ടറാണ് അല്ലേ. ഇതൊരു സബ്ട്രാക്ടറാണ്, പോസിറ്റീവും മൈനസും ഉണ്ട്. ഇവിടെ പോസിറ്റീവിലേക്ക് വരുന്നത് എന്താണെന്ന് നോക്കിക്കുക, മെസ്സേജ് സിഗ്നലിൻ്റെ സാമ്പിൾഡ് വേർഷനാണ്. സോ ഇഫ് M(t) ഈസ് ദ മെസ്സേജ് സിഗ്നൽ, സാമ്പിൾഡ് വേർഷനെ M(ts) എന്ന് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. M(ts)ലുള്ള വാല്യൂ, 2(ts)ലുള്ള വാല്യൂ, 3(ts)ലുള്ള വാല്യൂ, ഓരോ ഡിസ്ക്രീറ്റ് ടൈമിൻ്റെയും വാല്യൂ. അതുകൊണ്ട് നമ്മൾ M(n)ts എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ദിസ് ഈസ് ദ സാമ്പിൾഡ് മെസ്സേജ് സിഗ്നൽ. അതിന് നമ്മൾ പോസിറ്റീവിലേക്ക് കൊടുത്തു. ഇനി ഇത് നെഗറ്റീവിലേക്ക് വരുന്നത് മറ്റൊരു സിഗ്നലാണ്. ഓക്കെ, മറ്റൊരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആകും ബിക്കോസ് നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് പാത്ത് പഠിച്ചു കഴിയുമ്പം ഇത് കുറച്ചുകൂടി ക്ലിയർ ആകും. ഇപ്പോൾ പറയാനായിട്ട് ഈ M(n)ts ആണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടൈസ്ഡ് വാല്യൂ വിൽ ബി വോട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന MQ(n)ts എന്നാണ് അല്ലേ. ഇത് നമ്മുടെ സാമ്പിൾഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടൈസ്ഡ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, Q വെച്ചിട്ടായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഇത് NTSലെ വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഇത് ഒരു 5TSലെ വാല്യൂ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്ന 4TSലെ വാല്യൂ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് NTSലെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് N-1TSലെ ക്വാണ്ടൈസ്ഡ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. MQ(n-) ക്വാണ്ടൈസ്ഡ് വാല്യൂ അറ്റ് N-1TSലെ ആയിരിക്കും എടുക്കുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ നമ്മൾ സാമ്പിൾഡ് സിഗ്നൽ M(n)ts എന്നാണ് എടുക്കുന്നതെങ്കിൽ ആ സബ്ട്രാക്ടർ അതർ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടൈസ്ഡ് വാല്യൂ ഓഫ് ദ സിഗ്നലാണ്, ക്വാണ്ടൈസ്ഡ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് മെസ്സേജ് സിഗ്നലാണ്. പക്ഷേ അറ്റ് N-1TS ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നമ്മളൊരു ആ ഒരു മോഡുലേഷൻ കാണിക്കുമ്പോൾ ആ ഒരു സിഗ്നലിനെ പ്ലോട്ട് ചെയ്ത് എങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടും മനസ്സിലാവും. ഓക്കെ,
So for the time being, understand this. Now, ഇതിനെ നമ്മൾ സബ്ട്രാക്ടറിലേക്ക് കൊടുത്തു. അപ്പോൾ എന്താ ഈ സബ്ട്രാക്ടർ ചെയ്യുന്നത്? ഈ സിഗ്നലും കൂടി സബ്ട്രാക്ട് ചെയ്യും അല്ലേ? ആ ഡിഫറൻസിനെയാണ് നമ്മളിവിടെ ഇ ഓഫ് എൻ ടി എസ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡിഫറൻസ് ഓഫ് ഏതൊക്കെ സിഗ്നലാണ്? എം ഓഫ് എൻ ടി എസിനെയും എം ക്യു എൻ മൈനസ് വൺ ടി എസിൻ്റെയും ഡിഫറൻസിനെയാണ് ഈ ഇ ഓഫ് എൻ ടി എസ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിന് നമ്മൾ ഒരു സിഗ്നലിനെ വേറൊരു സിഗ്നലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആകാം അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ഇഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ x2 ദെൻ ഓഫ് കോഴ്സ് റിസൾട്ട് വിൽ ബി പോസിറ്റീവ്. പക്ഷേ തിരിച്ചിപ്പം x1 x2നെക്കാട്ടിയും കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതേ കൂട്ട് തന്നെ സാമ്പിൾഡ് മെസ്സേജ് സിഗ്നൽ എം ഓഫ് എൻ ടി എസ് ആണ് എം ക്യു എൻ മൈനസ് വൺ ടി എസിനെക്കാട്ടിയും ഗ്രേറ്റർ എങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഈ പ്ലസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഈ ഒരു ഇൻപുട്ട് ഇതിനെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ബിക്കോസ് ഇ ഓഫ് എൻ ടി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എം ഓഫ് എൻ ടി എസ് ആൻഡ് വാട്ട് ഫ്രം ദ ഫിഗർ ഇ ഓഫ് എൻ ടി എസ് ഈസ് ദിസ് വൺ മൈനസ് എം ക്യു ഓഫ് എൻ മൈനസ് വൺ ടി എസ്. സോ ഇഫ് ദിസ് ഈസ് ഗ്രേറ്റർ ദ ഡിഫറൻസ് വിൽ ബി പോസിറ്റീവ്, അല്ലെങ്കിൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, ഹയർ വാല്യൂ ഓർ ലോവർ വാല്യൂ. നൗ ദാറ്റ് ഈസ് ഗിവൺ ടു ദിസ് 1 ബിറ്റ് ക്വാണ്ടൈസർ. ഈ ക്വാണ്ടൈസറിലേക്ക് കൊടുക്കും. ഈ 1 ബിറ്റ് ക്വാണ്ടൈസർ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ബിറ്റ് ക്വാണ്ടൈസറിന് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ബിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ക്വാണ്ടൈസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് 1 ബിറ്റ് ഈസ് നീഡഡ് ഫോർ ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഈ 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 1 ബിറ്റ് ക്വാണ്ടൈസറിന് 2 ലെവലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദ 1 ബിറ്റ് ക്വാണ്ടൈസർ ദാറ്റ് വി യൂസ് ഹിയർ ഹാസ് ഗോട്ട് ഓൺലി 2 ലെവൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന 1 ബിറ്റ് ക്വാണ്ടൈസറിന് 2 ലെവലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്ലോട്ട് നോക്കുവാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു 1 ബിറ്റ് ക്വാണ്ടൈസർ ആയതുകൊണ്ട് 2 ലെവലേ ഇതിനുണ്ടാവുള്ളൂ. ഏതൊക്കെയായിരിക്കും 2 ലെവൽ എന്നറിയാവോ? ഒന്ന് പ്ലസ് ഡെൽറ്റയും ഒന്ന് മൈനസ് ഡെൽറ്റയും ആയിരിക്കും. ഓക്കെ, പ്ലസ് ഡെൽറ്റ ആൻഡ് മൈനസ് ഡെൽറ്റ. ഓക്കെ, പ്ലസ് ഡെൽറ്റ ആൻഡ് മൈനസ് ഡെൽറ്റ, പ്ലസ് ഡെൽറ്റ ആൻഡ് മൈനസ് ഡെൽറ്റ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഗ്രേറ്റർ ദാൻ 0 ആകാം, ലെസ് ദാൻ 0 ആകാം. സോ ഇഫ് ദിസ് ഡിഫറൻസ് ഇതിൻ്റെ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ദാറ്റ് മീൻസ് 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ഇനി തിരിച്ച് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു മൈനസ് ഡെൽറ്റ ആയിരിക്കും, നെഗറ്റീവ് മൈനസ് ഡെൽറ്റ ആയിരിക്കും. സോ ഈ ഔട്ട്പുട്ട് ഓഫ് ദ 1 ബിറ്റ് ക്വാണ്ടൈസർ എന്ന് പറയുന്നത് ഇ ക്യു ഓഫ് എൻ ടി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് 2 വാല്യൂസ്, ഐദർ പ്ലസ് ഡെൽറ്റ ഓർ മൈനസ് ഡെൽറ്റ ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ. അതിനെയാണ് നമ്മൾ എൻകോഡ് ചെയ്ത് അയക്കുന്നത്. അപ്പം പ്ലസ് ഡെൽറ്റ ആണെങ്കിൽ നമ്മൾ 1 വെച്ചിട്ടും മൈനസ് ഡെൽറ്റ ആണെങ്കിൽ നമ്മൾ ബിറ്റ് 0, 2 ലെവലേ ഉള്ളൂ, പ്ലസ് ഡെൽറ്റയും മൈനസ് ഡെൽറ്റയും അല്ലേ? 2 ലെവലാകുമ്പോൾ എത്ര ബിറ്റ് മതി? നമുക്ക് 1 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പ്ലസ് ഡെൽറ്റയെ 1 വെച്ചിട്ടും മൈനസ് ഡെൽറ്റയെ 0 വെച്ചിട്ടും. പക്ഷേ ഇപ്പോൾ 4 ലെവൽസ് ആണെങ്കിൽ നമുക്ക് 1 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. 2 ബിറ്റ് വേണം, 0 0 0 1 1 0 1 1. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. So this is how the output of delta modulate, 1 bit quantizer will look like, either plus delta or minus delta. അപ്പോൾ ഇവിടെ 2 ലെവലാണ്. അപ്പം 2 ലെവൽ എന്ന് പറയുമ്പോൾ either 0 or 1. പ്ലസ് ഡെൽറ്റയ്ക്ക് നമ്മൾ 0 വെച്ചിട്ടും ശരിക്കും എൻകോഡ് ചെയ്തായിരിക്കും. മൈനസ് ഡെൽറ്റ 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് മൈനസ് ഡെൽറ്റ ആണെങ്കിൽ നമ്മളതിനെ 1 വെച്ചിട്ടും എൻകോഡ് ചെയ്ത് അയക്കും. ഓക്കെ, അതാണ് നമ്മൾ ഫൈനലി ഡി എം ഡേറ്റ സീക്വൻസ് ആയിട്ട് അയക്കുന്നത്. ഓക്കെ, now see the feedback path. ഇതിൻ്റെ ഫീഡ്ബാക്ക് പാത്ത് നോക്കുക. ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും പോർഷനാണ്, ഇത്രയും പോർഷനാണ് ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മച്ച് പോർഷൻ. ഈ ഫീഡ്ബാക്ക് പാത്തിന് നമ്മൾ അക്യൂമുലേറ്റർ എന്നും പറയാറുണ്ട്. ഓക്കെ, അക്യൂമുലേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ പിന്നെ ചില ടെക്സ്റ്റുകളിലൊക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് സൈമൺ ഹേക്കിൻ നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആ ടെക്സ്റ്റിനകത്തൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് കാണുന്നത്. പക്ഷേ ചില ടെക്സ്റ്റുകളിൽ അക്യൂമുലേറ്ററിന് പകരം അവർ ഇൻ്റഗ്രേറ്റർ വെച്ചിട്ടും ഈ ഒരു ഡെൽറ്റ ഡി എം ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ, അതും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഒരു ഡിലേ ബ്ലോക്കും ഒക്കെ വെച്ചിട്ട് അക്യൂമുലേറ്ററാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് ഇത്രയും സംഭവമാണ് അല്ലേ? ഈ
അക്യുമുലേറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു സമ്മറും ഉണ്ട്, ഒരു ഡിലേ കൊടുക്കാനായിട്ടുള്ളൊരു ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഡിലേ ചിലയിടത്ത് z⁻⁻1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ബോത്ത് ആർ സെയിം. ഞാൻ ഇവിടെ ഡിലേ എന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാനായിട്ടാണ് ഞാൻ ഡിലേ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എനിവേ MQ(NTS). ഓക്കെ, EQ(NTS) ആണ് ഇവിടെ കിട്ടുന്നത്. ആ EQ(NTS)നെ എന്തോ ചെയ്യുവാണ് ഈ അക്യുമുലേറ്റർ അല്ലേ. അപ്പോൾ ഈ അക്യുമുലേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ദിസ് മച്ച്. ഈ അക്യുമുലേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് ഡു? അക്യുമുലേറ്റർ ചെയ്യുന്നത് അപ്ഡേഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ അക്യുമുലേറ്റർ എന്തിനാണ് ഈ EQ(NTS)ൽ ഓപ്പറേറ്റ് ചെയ്യും. ദിസ് അക്യുമുലേറ്റർ വാട്ട് ഡസ് ഇറ്റ് ഡു? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ അക്യുമുലേറ്റർ? ദിസ് അക്യുമുലേറ്റർ, ഓക്കെ, അക്യുമുലേറ്റർ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ വിച്ച് ഡേറ്റ? ഈ EQ(NTS)ൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് നമുക്ക് കിട്ടും? MQ ഓഫ്, ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസേഴ്സ് MQ ഓഫ് n-1 TS. ശരിയല്ലേ? EQ(NTS) ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ഈ അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? MQ(n-1 TS) കിട്ടും. which is nothing but the latest approximation എന്ന് പറയും. ഓക്കെ, which is nothing but the latest approximation. See, ഇതൊന്നുകൂടി ക്ലിയർ ആകും. നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ലേറ്റസ്റ്റ് അപ്രോക്സിമേഷൻ. അതായത് നേരത്തെയുള്ള ഡേറ്റ MQ(NTS) ആണെങ്കിൽ MQ(n-1 TS) ആ ഡിലേ കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് MQ(n-1 TS)ലേക്ക് പോകും. ദാറ്റ് ഈസ് എ ലേറ്റസ്റ്റ് അപ്രോക്സിമേഷനിലേക്ക് പോകും. ഇത് N ആണെങ്കിൽ അതിൻ്റെ ലേറ്റ് ആയിട്ടുള്ള n-1, ഇത് 5 TS ആണെങ്കിൽ 4 TS പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം NTS ആണല്ലേ, NTS ആണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള approximation, that is MQ(n-1 TS) is what you get at the accumulator output. So this is about the block diagram. Now ഈ block diagram കുറച്ചുകൂടി ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫിഗർ വരയ്ക്കാം. Okay, so things will be very clear to you. ഈ ഒരു അക്യുമുലേറ്ററും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു നമ്മൾ ഒരു മെസ്സേജ് സിഗ്നലാണ് കൊടുക്കുന്നത്. ആ ശരിക്കും ആ മെസ്സേജ് സിഗ്നൽ എങ്ങനെയാണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെസ്സേജ് സിഗ്നലാണല്ലേ. ഇങ്ങനെ ഒരു മെസ്സേജ് സിഗ്നലിനെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് മെസ്സേജ് സിഗ്നലാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദിസ് ഈസ് ദ ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്തിട്ടാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത് അല്ലേ. സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റ് TS ആയിട്ട് എടുക്കുവാണ്. TS 2 TS എക്സെട്ര. അപ്പോൾ ഈ സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റ് ഞാനിവിടെ ജസ്റ്റ് റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. TS, and this is at 2 TS, this is at 3 TS, this is at 4 TS, this is at 5 TS, this is at 6 TS, 7 TS, 8 TS ഇങ്ങനെ പോവാണ് സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, നൗ ഈ സിഗ്നലിനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് കിട്ടുന്നത്? ഈ TS മാത്രമുള്ള വാല്യൂ കിട്ടും അല്ലേ. ദെൻ ഈ 2 TS കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും അല്ലേ. സിമിലർലി അറ്റ് 3 TS കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സിമിലർലി 4 TS കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. TS 2 TS 3 TS കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നൗ what is happening here? This is a comparator അല്ലേ. ആ കമ്പാരറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ M(NTS). അപ്പോൾ M(NTS) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TSലുള്ള ദിസ് ഈസ് M(T) കണ്ടിന്യൂസ് സിഗ്നലാണ്. ഈ M(T)യുടെ TSലുള്ള വാല്യൂ, 2 TSലുള്ള വാല്യൂ, 3 TSലുള്ള വാല്യൂ, അതാണ് M(NTS) എന്ന് പറയുന്നത്. ഞാൻ ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഓരോ ഇൻസ്റ്റൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്, അതാണ് M(NTS). അപ്പോൾ ഇവിടെ M(NTS)ഉം MQ(n-1 TS) ആയിട്ട് വേണം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ MQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ് അല്ലേ. ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ ആയിരിക്കും. ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എപ്പോഴും ഒരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, നൗ അപ്പോൾ ഇനിഷ്യലി ഈ MQ(n-1 TS)ൻ്റെ വാല്യൂ ഞാൻ സപ്പോസ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ ഓഫ് MQ(n-1 TS)ൻ്റെ വാല്യൂ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ദിസ് ഈസ് ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് MQ(n-1 TS). വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഈ സാമ്പിൾഡ് മെസ്സേജ് സിഗ്നൽ ഇതുമായിട്ട് സബ്ട്രാക്ഷൻ നടത്തുവാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുവാണ്. സോ ഈ ഒരു ഇനിഷ്യൽ വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് ഇതാണ് MQ(n-1 TS) എങ്കിൽ ദാറ്റ് ഈസ് കമ്പയർഡ് വിത്ത് M(NTS). അതായത് M(NTS) എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കുക, ദിസ് ഈസ് M(NTS) അല്ലേ. ഇതാണ് M(NTS) എന്ന് പറയുന്നത്, M(TS).
അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സിഗ്നൽ ഇതിനെക്കാട്ടിയും ഗ്രേറ്റർ ആണ് അല്ലേ. ദാറ്റ് മീൻസ് എം ഓഫ് എൻ ടി എസ് ഈസ് ബിക്കമിങ് ഗ്രേറ്റർ ദാൻ ദിസ്. അന്നേരം എന്ത് പറ്റും, ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ബിക്കോസ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ് ആണ്. അപ്പോൾ ഈ ഒരു സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ നോക്ക് നിങ്ങൾ. സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്, ശരിയല്ലേ. അപ്പോൾ എന്താ പറ്റുന്നത്, 1 ബിറ്റ് ക്വാണ്ടൈസർ ഇൻപുട്ട് ഒരു പോസിറ്റീവ് വാല്യൂ വരും. പോസിറ്റീവ് വാല്യൂ വരുമ്പം ഈ 1 ബിറ്റ് ക്വാണ്ടൈസർ പ്ലസ് ഡെൽറ്റ വെച്ചിട്ടായിരിക്കും ക്വാണ്ടൈസേഷൻ നടത്തുക. ദാറ്റ് മീൻസ് ഒരു പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെയായിരുന്നു നേരത്തെ നമ്മുടെ MQ(n-1) എങ്കിൽ നോ ഇവിടെ എത്തി. നൗ ഈ വാല്യൂം അടുത്ത M(2)ലെ വാല്യൂ ഇതാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് വരയ്ക്കുവാണ്. ഓക്കെ, M(2)ൻ്റെ വാല്യൂ ഈ ഒരു ഇതാണല്ലോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻ. അതും അതായത് ദാറ്റ് മീൻസ് M(2)ഉം ദിസ് ഈസ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് MQ(TS) അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് വേവ് ഫോം ആണ്. സ്റ്റെപ്പിനെ നമ്മൾ MQ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TSലുള്ള വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് ദിസ് വിച്ച് ഈസ് ഗ്രേറ്റർ. ഇതാണ് ഗ്രേറ്റർ അല്ലേ. അപ്പം ഈ ഇൻപുട്ട് സിഗ്നൽ മെസ്സേജ് സിഗ്നൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ MQ(n-1) അപ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ എഗെയിൻ ഒരു പോസിറ്റീവ് പ്ലസ് ഡെൽറ്റ ഉള്ള സ്റ്റെപ്പ് സൈസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നൗ M(3)ലുള്ള വാല്യൂ ഇതാണെന്ന് വിചാരിക്കും, M(3). നൗ M(3)ലുള്ള ഈ ഒരു വാല്യൂ ഇനി നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്, ഈ സ്റ്റെപ്പ് വേവ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ഒരു വാല്യൂ ആയിട്ട് ഓക്കെ, ഈ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. അപ്പോൾ ഗ്രേറ്റർ ആകുമ്പോൾ എഗെയിൻ നമ്മൾ പോസിറ്റീവ് ഡെൽറ്റ യൂസ് ചെയ്യും. നോ M(4)ൽ കമ്പയർ ചെയ്യും ഈ ഒരു വാല്യൂ ആയിട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഡെൽറ്റ വാല്യൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. സോ എഗെയിൻ വി യൂസ് ആൻ അപ്ഗോയിങ് സ്റ്റെപ്പ് വിത്ത് സ്റ്റെപ്പ് സൈസ് പ്ലസ് ഡെൽറ്റ അല്ലേ. ഇനി നമ്മൾ ഒരു മേ ബി 5Ts എടുക്കും. 5Ts നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ഗ്രേറ്റർ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഗ്രേറ്റർ ആണ് ഈ വാല്യൂ. ദിസ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് പോയിൻറ്റ്. സോ എഗെയിൻ പ്ലസ് ഡെൽറ്റ വെച്ചിട്ട് ക്വാണ്ടൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ എത്തി. നൗ ഇത് M(6)ലെ വാല്യൂ ആണെന്ന് വിചാരിക്കും. M(6)ലെ വാല്യൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ ഒരു വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ, ദിസ് വാല്യൂ ഈസ് ഗ്രേറ്റർ അല്ലേ. ദിസ് ഈസ് ഗ്രേറ്റർ, ദിസ് ഈസ് ലെസ്. അപ്പോൾ എന്ത് പറ്റി, നേരെ തിരിഞ്ഞു. ഇത് കണ്ടോ നമ്മുടെ സ്റ്റെപ്പ്, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വേവ് ഫോം, സ്റ്റെയർകേഴ്സ് വേവ് ഫോം, MQ വേവ് ഫോം. സോ MQ വേവ് ഫോം ഇപ്പം ഈ M(NTS)നെക്കാട്ടി ഗ്രേറ്റർ ആയിരിക്കുവാണ് അല്ലേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താ പറ്റുമെന്ന് അറിയാമോ, ഒരു ഡൗൺ ഗോയിങ് മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നത്, മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസിലേക്ക് അത് പോകും. നോ എഗെയിൻ അടുത്ത ഇൻസ്റ്റൻറ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്യും. എഗെയിൻ ഇൻപുട്ട് സിഗ്നൽ ലെസ് ആണ്. സോ എഗെയിൻ ഒരു ഡൗൺ ഗോയിങ് സ്റ്റെപ്പ് യൂസ് ചെയ്യും. അടുത്ത ഇൻസ്റ്റൻറ്റിലുള്ള സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലുമായിട്ട് ഈ വേവ് ഫോമിനെ ഈ ഒരു സ്റ്റെപ്പ് വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കമ്പയർ ചെയ്യും. സോ ലെസ്സർ ആയതുകൊണ്ട് എഗെയിൻ താഴോട്ട് ഡൗൺ വേവ് ഫോം. നോ അടുത്ത ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ എഗെയിൻ കമ്പയർഡ് വിത്ത് ദിസ് വാല്യൂ. സോ ദിസ് ഈസ് ലെസ്സർ അല്ലേ, ഇത് ഗ്രേറ്റർ ആണ്, ദിസ് ഈസ് ലെസ്സർ. സോ മൈനസ് ഡെൽറ്റ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ആ വേവ് ഫോം കിട്ടുന്നത്. ഇനി അപ്പോൾ ഈ ഒരു വേവ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ഗോയിങ് സ്റ്റെയർകേഴ്സ് ആണെങ്കിൽ നമ്മൾ 1 വെച്ചിട്ടും ഡൗൺ ഗോയിങ് ആണെങ്കിൽ 0 വെച്ചിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഒരു 1, ഇതിന് പകരം നമ്മൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യും. ദിസ് ഈസ് എഗെയിൻ ആൻ അപ്ഗോയിങ് സ്റ്റെയർകേഴ്സ്. സോ ദിസ് ഈസ് എഗെയിൻ 1. എഗെയിൻ ആൻ അപ്ഗോയിങ് സ്റ്റെയർകേഴ്സ്, ദിസ് ഈസ് 1. എഗെയിൻ ആൻ അപ്ഗോയിങ് സ്റ്റെയർകേഴ്സ്, ദിസ് ഈസ് 1. ഇനി നോക്കിക്കേ, അടുത്ത ഡൗൺ ഗോയിങ് ആണല്ലേ. ഇതെല്ലാം ഡൗൺ ഗോയിങ് ആണ്. സോ വി വിൽ സെൻഡ് 0 0 0 0 0 കണ്ടോ, അങ്ങനെ ഓരോ ബിറ്റും ആ ഓരോ സാമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ബിറ്റാണ്. ഇതാണ് നമ്മുടെ ഡെൽറ്റ മോഡുലേറ്റഡ് സീക്വൻസ്. ഇതിനെ ഒരു വേവ് ഫോമിലേക്ക് നമ്മൾ എൻകോഡ് ചെയ്ത് അയക്കും. Okay, this is the delta modulated sequence. So now you look into the block diagram. അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു സിഗ്നലും സാമ്പിൾഡ് സിഗ്നലും ആ ക്വാണ്ടൈസ്ഡ് വേവ് ഫോമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പോയത് അല്ലേ. ഈ ഒരു ഇൻസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂയും ആ ക്വാണ്ടൈസ്ഡ് സ്റ്റെപ്പിൻ്റെ വാല്യൂ ഈ ഒരു വാല്യൂ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പോയത്. ഇനി ഈ അക്യുമുലേറ്റർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും എന്തൊക്കെ ആഡ് ചെയ്തത്, ഇവിടെ എന്തൊക്കെ ആഡ് ചെയ്താൽ ഈ ഒരു വാല്യൂ EQ(NTS) എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസ് ഡെൽറ്റ ആകാം മൈനസ് ഡെൽറ്റ ആകാം അല്ലേ. ഇനിഷ്യലി നമ്മൾ ഇവിടെ വെച്ചാണ് തുടങ്ങിയതല്ലേ. പിന്നെ ആ പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി.
അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു പോയിൻ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? പ്രീവിയസ് വാല്യൂവിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്തപ്പോഴാണ് നെക്സ്റ്റ് വാല്യൂ കിട്ടിയത്. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പ്ലസ് ഡെൽറ്റ ഈസ് ഗെറ്റിംഗ് ആഡഡ് വിത്ത് ദ പ്രീവിയസ് വാല്യൂ ടു ഗെറ്റ് ദ കറണ്ട് വാല്യൂ. ഇസ് ഇറ്റ് ക്ലിയർ? സി, ഈ ഒരു വേവ് ഫോം ഇവിടെ ഈ ഒരു പോയിന്റ് എത്തി. ഈ പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് ഈ ക്വാണ്ടൈസ്ഡ് പോയിന്റിലേക്ക് എത്തിയത്? ഇതിലേക്ക് പ്ലസ് ഡെൽറ്റ വേവ് ഫോം, പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്തു അല്ലേ? പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്. ദാറ്റ് മീൻസ് എം ഓഫ് ടി എസിനകത്തോട്ട് പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്തപ്പോൾ യു ആർ ഗെറ്റിംഗ് എം ഓഫ് 2ts. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ആ പ്ലസ് ഡെൽറ്റയോ മൈനസ് ഡെൽറ്റയോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് ഗെറ്റിംഗ് ആഡഡ് വിത്ത് ദ പ്രീവിയസ് തിങ് ടു ഗെറ്റ് ദ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഇതാണ് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ അക്യുമുലേറ്ററിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഡെൽറ്റ മോഡുലേറ്റഡ് സീക്വൻസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ നമ്മൾ ആ ഒരു ക്വാണ്ടൈസ്ഡ് സിഗ്നലുമായിട്ടും സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ക്വാണ്ടൈസേഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, നൗ ഈ ഒരു ഡെൽറ്റ മോഡുലേഷനകത്ത് നമ്മൾ 2-3 ഇക്വേഷൻസ് കൂടി നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ എഴുതണം. ദാറ്റ് മീൻസ് 3 ഓപ്പറേഷൻസ് ഉണ്ട്. 3 ഓപ്പറേഷൻസ് അല്ലെങ്കിൽ 3 റിലേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നിന്ന് എഴുതേണ്ടത്. അത് ഈ ബ്ലോക്ക് ഡയഗ്രം എഴുതിയതിന് ശേഷം ജസ്റ്റ് ഡ്രോ ദിസ് ഫിഗർ. അതിനകത്ത് നമുക്ക് ആ ഒരു ഡെൽറ്റ മോഡുലേറ്റഡ് സീക്വൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇക്വേഷൻസ് എഴുതണം. ഓക്കെ, നോ ദിസ് ഈസ്. ഇനി ഞാൻ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. 3 ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എറർ സിഗ്നൽ എന്താണെന്ന് എഴുതാം. ഫിഗറിൽ നിന്ന് എഴുതിയാൽ മതി, എളുപ്പമാണ്. വാട്ട് ഈസ് ഇ ഓഫ് എൻ ടി എസ്? ഇ ഓഫ് എൻ ടി എസ് ഇക്വേഷനിൽ നിന്ന് തന്നെ നോക്കിക്കോളൂ. എന്താണ്? എം ഓഫ് എൻ ടി എസ് മൈനസ് എം ക്യു എൻ മൈനസ് 1 ടി എസ് അല്ലേ? സബ്ട്രാക്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. സോ വാട്ട് ഈസ് ഇ ഓഫ് എൻ ടി എസ്? ഇ ഓഫ് എൻ ടി എസ് ഇസ് ഈക്വൽ ടു എം ഓഫ് എൻ ടി എസ് മൈനസ് എം ക്യു ഓഫ് എൻ മൈനസ് 1 ടി എസ്. ഓക്കെ, സി, ഇവിടെ എം ക്യു എൻ ടി എസ് ആണ്, നമ്മൾ ഡിലേ കൊടുക്കുന്നത് ടി എസ് ആണ്. അന്നേരം എൻ ടി എസ് മൈനസ് ടി എസ് ആയി. ദിസ് ഈസ് സെയിം. ഞാനിവിടെ ടി എസ് പുറത്ത് എടുത്തിരിക്കുകയാണ്. അന്നേരം ഇവിടെ എം ക്യു എൻ മൈനസ് 1 ടി എസ് എന്ന് പറയും. ഓക്കെ, ബോത്ത് ദീസ് സിഗ്നൽസ് ആർ സെയിം. സോ ഫസ്റ്റ് റിലേഷൻ ഈസ് ദിസ്. നമ്മൾ എററിൻ്റെ ഇക്വേഷൻ എഴുതി. നൗ ഇ ക്യു ഓഫ് എൻ ടി എസ് എന്താണെന്ന് നമുക്ക് എഴുതാം. ഇ ക്യു ഓഫ് എൻ ടി എസ് എന്താണെന്ന് പറയാം. സോ ദിസ് ഡിഫറൻസ് സിഗ്നൽ ഇസ് ഓൾസോ നോൺ ആസ് എറർ സിഗ്നൽ എന്നും പറയും കേട്ടോ. ദിസ് ഡിഫറൻസ് സിഗ്നൽ ഇ ഓഫ് എൻ ടി എസ് ഇസ് ഓൾസോ നോൺ ആസ് എറർ സിഗ്നൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എറർ സിഗ്നൽ. അപ്പോൾ ആദ്യം നമ്മൾ എറർ സിഗ്നൽ, ഡിഫറൻസ് സിഗ്നൽ, അതുകൊണ്ടാണ് എറർ എന്ന് പറയുന്നത്. ഒരിക്കലും അത് സെയിം ആകത്തില്ല. ദർ വിൽ ഓൾവേസ് ബി എ ഡിഫറൻസ്. ആണ് എറർ സിഗ്നൽ എന്ന് പറഞ്ഞത്. ഇനി ഈ എറർ സിഗ്നലിൻ്റെ ക്വാണ്ടൈസ്ഡ് വേർഷൻ, എറർ സിഗ്നൽ നമ്മൾ ക്വാണ്ടൈസറിലേക്ക് കൊടുത്തു. അപ്പോൾ അത് ക്വാണ്ടൈസ്ഡ് ആയി. അതിനെ നമ്മൾ ഈ ക്യൂ ഓഫ് എൻ ടി എസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ പറഞ്ഞു ദിസ് ക്യാൻ ടേക്ക് വാട്ട് 2 വാല്യൂസ്. ഒന്നുകിൽ പ്ലസ് ഡെൽറ്റ അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ ആയിട്ട് എടുക്കാം. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. 1 ബിറ്റ് ക്വാണ്ടൈസറാണ്, 2 വാല്യൂ ആണുള്ളത്. ഈ ക്യൂ ഓഫ് എൻ ടി എസ് ഒന്നുകിൽ പ്ലസ് ഡെൽറ്റ കൊടുക്കും അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ കൊടുക്കും. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ദാറ്റ് മീൻസ് ഇഫ് ഇ ഓഫ് എൻ ടി എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഇ ക്യൂ ഓഫ് എൻ ടി എസ് വിൽ be equal to plus delta. Similarly, if E of NTS is lesser than 0, EQ of NTS is what? Minus delta. So this is the second equation. This is the first equation. This is the second equation. Now you write what is MQ of NTS. Now you write what is MQ of NTS from the block diagram. 3 equation ആണ് ഇതിനകത്ത് important ആയിട്ടുള്ളത്. What is MQ of NTS? MQ of NTS is equal to, okay, MQ of n minus 1 ts പ്ലസ്, ശരിയല്ലേ? എം ക്യൂ ഓഫ് എൻ ടി എസ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? സമ്മറിൻ്റെ ഔട്ട്പുട്ടാണ്. എന്തൊക്കെയാണ് സമ്മറിൻ്റെ ഇൻപുട്ട്? ഒന്നിത് എം ക്യൂ ഓഫ് എൻ മൈനസ് 1 ടി എസ് പ്ലസ് ഇ ക്യൂ ഓഫ് എൻ ടി എസ്. സി, ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. സോ ദീസ് ആർ ദ 3 ഇക്വേഷൻ വിച്ച് യു ഹാവ് ടു റൈറ്റ് while explaining this delta modulated transmitter. ഈ ബ്ലോക്ക് ഡയഗ്രാം പിന്നെ മുമ്പേ വരച്ച ആ ഫിഗറും അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതും, ആ സീക്വൻസ് എങ്ങനെയാണ് കിട്ടുന്നുള്ളത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം ഹോൾ വർക്കിംഗ് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഈ ഒരു 3 ഇക്വേഷനുമാണ് നമുക്ക് ഡെൽറ്റ മോഡുലേറ്റഡ് ട്രാൻസ്മിറ്ററിന് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഡി എമ്മിൻ്റെ റിസീവർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഡെൽറ്റ മോഡുലേറ്ററിൻ്റെ റിസീവർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഇവിടെ റിസീവർ ശരിക്കും ഈ ഒരു ഫീഡ്ബാക്ക് പാത്ത് മാത്രം യൂസ് ചെയ്താൽ ഞാൻ റിസീവർ
വരയ്ക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇത്രയും പോർഷൻസ് മതി എനിക്ക്. സി ഈ ഡെൽറ്റ മോഡുലേറ്റഡ് ഡേറ്റ സീക്വൻസ് ആണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 1010. അപ്പോൾ ഇതിനെ റിസീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്ന് തിരിച്ച് m(t) കിട്ടണം അല്ലേ. അപ്പോൾ ഈ സീക്വൻസിനെ ആദ്യം എന്താണ് തിരിച്ചു പോവുക, നമ്മൾ എൻകോഡറിന് പകരം ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്ത് ഈ ഒരു പാത്തിലേക്ക് വരണം. എന്നിട്ട് ഈ ഒരു ഫീഡ്ബാക്ക് പാത്ത് മാത്രം മതി റിസീവറിന്. ഓക്കെ, ഈ ഒരു ഫീഡ്ബാക്ക് പാത്തും ഇത്രയും പോർഷനും മാത്രം മതി റിസീവറിന്. തിരിച്ച് വരയ്ക്കണം. ഡെൽറ്റ മോഡുലേറ്റഡ് ഡേറ്റ സീക്വൻസ് റിസീവറിനാണ് ഞാൻ പറയുന്നത്, എൻകോഡറിന് പകരം ഡീകോഡർ, പിന്നെ ഇത് തിരിച്ച് വരയ്ക്കണം. സോ ഞാൻ പറഞ്ഞു ചിലയിടത്ത് ഇവിടെ അക്യൂമുലേറ്ററിനെ ഇൻ്റഗ്രേറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ റിസീവറിലും അതേ കൂട്ട് തന്നെ ഈ ഒരു ഹോൾ പോർഷനെ ഇങ്ങനെ വരയ്ക്കാതെ ചില ടെക്സ്റ്റുകളിൽ ഇൻ്റഗ്രേറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഫൈൻ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ഓർത്ത് വെക്കണം, ഇങ്ങനെയാണ് നമ്മൾ റിസീവർ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹൗ ദ റിസീവർ വിൽ ലുക്ക് ലൈക്ക്. So this is the delta modulated receiver. ഞാൻ പറഞ്ഞു ഡെൽറ്റ DM ഡേറ്റ സീക്വൻസിനെ നിങ്ങൾ കയ്യിലുള്ള ട്രാൻസ്മിറ്ററിൻ്റെ ഫിഗർ ഒന്ന് നോക്കുക. നമുക്കിവിടെ 1010 വാട്ട് എവർ ബി ദ ഡേറ്റ അത് കിട്ടും, ഡേറ്റ കിട്ടും. അതിനെ അവിടെ എൻകോഡ് ചെയ്തു. അപ്പോൾ റിസീവറിൽ എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ചെയ്യണം അല്ലേ, ഡീകോഡ് ചെയ്യണം. ഈ ഡീകോഡഡ് ഔട്ട്പുട്ട് ഡീകോഡിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ട്രാൻസ്മിറ്ററിലേക്ക് നോക്കിക്കേ, കണ്ടോ. ഈ എൻകോഡർ എവിടെ നിന്നാണ് ശരിക്കും വന്നിരിക്കുന്നത് നോക്കിക്കേ. എൻകോഡർ ഈസ്, ഞാൻ പറഞ്ഞു ഫീഡ്ബാക്ക് പാത്ത് മാത്രം മതി. എൻകോഡർ ഈസ് ഗോയിങ് ടു ദ സമ്മർ. ഈ സമ്മറിന് എൻകോഡറിൻ്റെ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്, പിന്നെ ഈ സമ്മറിന് എൻകോഡറിൻ്റെ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്, ആൻഡ് ഓൾസോ ഈ ഒരു ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട് അല്ലേ. അതേ ബ്ലോക്കാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. സി ഡീകോഡറാണ്, ഡീകോഡർ ഈസ് കണക്റ്റഡ് ടു ദ സമ്മർ. ആ സമ്മർ ഡീകോഡറിലേക്ക് മാത്രമല്ല കണക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡിലേയിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദ ഹോൾ തിങ് നമ്മളിതിങ്ങനെ വരച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡിലേയുടെ ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്നത് MQ(t) ആണ്. നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ മതി, MQ(t) ആണ്. ഈ MQ(t) മതി നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ. ഈ MQ(t) ആയിരുന്നു വേണ്ടത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. റിസീവ് ചെയ്യുമ്പോൾ ആ M(t) എന്ന് പറഞ്ഞ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് MQ(t) ആണ്. അതുകൊണ്ടാണ് ആ ഫീഡ്ബാക്ക് പാത്ത് മാത്രം ഞാൻ എടുത്തത്. ബിക്കോസ് MQ(t) എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്, നിങ്ങളത് നോക്കിക്കേ. MQ(t) എവിടെയാണ്, MQ(t) ഇവിടെയാണ് അപ്പിയർ ചെയ്യുന്നത് അല്ലേ. MQ(NTS) ഇതാണ് MQ(t) എന്ന് പറയുന്നത്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റയാണ് വേണ്ടത്. ഉണ്ട്, ആ ഡേറ്റയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ആ MQ(t). അപ്പോൾ ഈ MQ(t) കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ലോ പാസ് ഫിൽറ്റർ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ മതി നമുക്ക് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനായിട്ട്. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡെൽറ്റ മോഡുലേറ്റർ റിസീവർ. ഡെൽറ്റ മോഡുലേറ്റർ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ട്രാൻസ്മിറ്റർ ആൻഡ് ദ റിസീവർ. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ഡെൽറ്റ മോഡുലേറ്ററിനകത്തുള്ള നോയ്സ്. ഓക്കെ, നോയ്സ് ഓർ ഡിസ്റ്റോർഷൻ, നോയ്സ് ഇൻ ഡെൽറ്റ മോഡുലേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഡെൽറ്റ മോഡുലേറ്ററിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് നോയ്സസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദിക്കാറുണ്ട്, മേ ബി നിങ്ങളുടെ KTU എക്സാമിന് മാത്രമല്ല ഒബ്ജക്റ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ഒരു ഡെൽറ്റ മോഡുലേഷൻ യൂസ് ചെയ്യുന്നതിനുള്ള ഡിസഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. നോയ്സ് ഇൻ നോയ്സ് ഓർ വി ക്യാൻ സേ ക്വാണ്ടൈസേഷൻ എറർ, അങ്ങനെയും പറയാം. ഓക്കെ, കുറച്ചുകൂടി ഇത് പറയുവാണെങ്കിൽ ക്വാണ്ടൈസേഷൻ എറർ. ക്വാണ്ടൈസേഷൻ കാരണം ഉണ്ടാകുന്ന എറർ, 2 എറർ ഉണ്ട്. ക്വാണ്ടൈസേഷൻ എറർ ഇൻ ഡെൽറ്റ മോഡുലേഷൻ, ക്വാണ്ടൈസേഷൻ എറർ ഇൻ ഡെൽറ്റ, 2 എണ്ണമാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേവ് ഫോം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോമിനെയാണ് ഡെൽറ്റ മോഡുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഈ ഒരു വേവ് ഫോമിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്ടുണ്ട് കണ്ടോ. ഈ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റീപ്പാണല്ലേ, വളരെ സ്റ്റീപ്പാണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്തോറും പക്ഷേ അത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റായി വരുവാണ്. കണ്ടോ, ഒരു കോൺസ്റ്റൻറ്റ് പോർഷനാണ് ഇത്രയും പോർഷൻ. പക്ഷേ ആ തുടക്കം നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പാണ്. അപ്പോൾ ഈ ഒരു സിഗ്നലിനെയാണ് ഞാൻ ഡെൽറ്റ മോഡുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ടാവും. ആ ഇനിഷ്യൽ വാല്യൂ ഇതും കൂടി കമ്പയർ ചെയ്യും. സോ ഗ്രേറ്റർ ആണ്, സോ ഒരു പ്ലസ് ഡെൽറ്റ യൂസ് ചെയ്യും. ഓക്കെ, നൗ അഗെയിൻ ഇറ്റ് വിൽ ബി കമ്പയർഡ് വിത്ത് ദിസ്. Okay, once again see.
ഇങ്ങനൊരു സിഗ്നലിനെയാണ് ഡെൽറ്റ മോഡുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. സോ ദിസ് ഈസ് ദ ഒറിജിനൽ ഇനിഷ്യൽ വാല്യൂ ഓഫ് ദ സ്റ്റെപ്പ് ഇതാണെന്ന് വിചാരിക്കുക. നമ്മൾ വേറൊരു സിഗ്നലുമായിട്ട് ശരിക്കും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആണ്. സോ വിൽ ബി യൂസിങ് എ പ്ലസ് ഡെൽറ്റ. ഓക്കെ, നൗ അതർ സിഗ്നലുമായിട്ട് ഈ ഒരു വാല്യൂ വിൽ ബി കമ്പയർഡ് വിത്ത് ഈ ഒരു വാല്യൂ വിൽ ബി കമ്പയർഡ് വിത്ത് നൗ നെക്സ്റ്റ് സാമ്പിൾ. ആ നെക്സ്റ്റ് സാമ്പിൾ ഇവിടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി ഗ്രേറ്റർ ആണിത്. സോ എഗെയിൻ ഒരു പ്ലസ് ഡെൽറ്റ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂയിൽ നിൽക്കുവാണ്. നൗ നെക്സ്റ്റ് സാമ്പിൾ മേ ബി ഇവിടെയാണെങ്കിൽ ആ നെക്സ്റ്റ് സാമ്പിൾ ഈസ് കമ്പയർഡ് വിത്ത് ദിസ് വാല്യൂ. സോ ഓഫ് കോഴ്സ് ദിസ് ഈസ് ഗ്രേറ്റർ. അപ്പോൾ എഗെയിൻ ഒരു പ്ലസ് ഡെൽറ്റ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നൗ again next sample ഇവിടെയാണെങ്കിൽ that is compared with this value. Okay, so തീർച്ചയായിട്ടും ഇത് ഗ്രേറ്റർ ആണ്. So again we will use a plus delta. Now again next sample ഇതാണെങ്കിൽ that is compared with this value അല്ലേ, പ്രീവിയസ് കോണ്ടൈസ്ഡ് വാല്യൂ. ഇത് കോണ്ടൈസ്ഡ് വേവ് ഫോമിൻ്റെ പ്രീവിയസ് വാല്യൂ MQ of n-1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ. സോ again നമ്മളൊരു പ്ലസ് ഡെൽറ്റ യൂസ് ചെയ്യും. ഓക്കെ, നൗ again നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഗ്രേറ്റർ. സോ we will use a plus delta. This is again greater, so we will use a plus delta value use ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കുക, ഈ ഒരു പോർഷനിൽ വളരെ സ്റ്റീപ്പായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഒറിജിനൽ സിഗ്നലിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ശരിക്കും ഈ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ആ ഒരു ഇത് തമ്മിൽ കണ്ടോ കുറേ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇത്രയും ഡിഫറൻസ് ആണ്. ദാറ്റ് മീൻസ് ശരിക്കും കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പോകണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒറിജിനൽ സിഗ്നൽ ഇങ്ങനെയാണെങ്കിൽ ആ ക്വാണ്ടൈസ്ഡ് വേവ് ഫോമും ഒറിജിനൽ സിഗ്നലും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. സി this much difference is there. It is not following correctly. ഈ ഒരു ക്വാണ്ടൈസ്ഡ് വേവ് ഫോം ഒറിജിനൽ സിഗ്നലിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. കണ്ട് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുവാണ്. അപ്പം ഈ ഒരു വരുന്ന ഈ നോയ്സ്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ എന്ന് പറയും. സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ എന്ന് പറയും. ഓക്കെ, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സ്റ്റീപ്പ് സെഗ്മെൻ്റ് ഉള്ളപ്പോഴാണ്, സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ഉള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ സാധിക്കും? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ. ഓക്കെ, സ്ലോപ്പ്, ദ ഫസ്റ്റ് വൺ ഈസ്, write it little more clearly, slope overload distortion. സ്ലോപ്പ് കൂടുമ്പോൾ അല്ലേ, സ്റ്റീപ്പ് സെഗ്മെൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന എററാണ്. കണ്ടോ, കറക്റ്റ് ഈ സ്റ്റെയർ കേസ് വേവ് ഫോമിന് ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് കൂടുതൽ ഡീവിയേഷൻ വരുന്നു. ഈ ഒരു അപ്രോക്സിമേഷൻ കറക്റ്റ് ഈ ഒരു സിഗ്നലിൻ്റെ പുറത്തുകൂടി തന്നെ പോകുവാണെങ്കിൽ നമുക്ക് പറയാം എറർ കുറവാണ്. പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് മാറിയാണ് സ്റ്റെയർ കേസ് സിഗ്നൽ പോകുന്നതെങ്കിൽ എറർ കൂടുവാണ് അല്ലേ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ. അപ്പം ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. നമുക്ക് ഒരു സ്റ്റെപ്പ് സൈസ് കൂട്ടിയാൽ നമുക്ക് കുറച്ച് എറർ കുറയ്ക്കാം അല്ലേ. അപ്പോൾ ഇതാണ് സിഗ്നൽ. ഓക്കെ, ദിസ് ഈസ് ദ സിഗ്നൽ. അപ്പോൾ ഞാൻ നമ്മുടെ ക്വാണ്ടൈസ്ഡ് സിഗ്നൽ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിഗ്നലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന് പകരം നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇച്ചിരി കൂട്ടണം അല്ലേ. സ്റ്റെപ്പ് സൈസ് കൂട്ടിയാൽ നമുക്ക് ഈ ഒരു സിഗ്നലിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ സിഗ്നൽ, ദിസ് ഈസ് ദ ഒറിജിനൽ ക്വാണ്ടൈസ്ഡ് സിഗ്നൽ വിത്ത് സ്റ്റെപ്പ് സൈസ് കോൺസ്റ്റൻറ്റ് പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് ഉപയോഗിച്ചിട്ടുള്ള ക്വാണ്ടൈസ്ഡ് വേവ് ഫോമാണ്. പക്ഷേ അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയിങ് സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. സ്റ്റെപ്പ് സൈസ് വേരി ചെയ്യിപ്പിക്കും കറക്റ്റ് അതിനെ ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് സൈസ് കൂട്ടണം. സ്റ്റെപ്പ് സൈസ് കൂട്ടുവാണെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസ് വേവ് ഫോമിന് നമ്മുടെ സിഗ്നലിനടുത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ എറർ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ഈ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഡെൽറ്റ ബൈ ടി എസ്. ഡെൽറ്റ ഇസ് ദ സ്റ്റെപ്പ് സൈസ്, ടി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിംഗ് ഇൻ്റർവൽ ആണ്. ദിസ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ സ്ലോപ്പ്, മാക്സിമം സ്ലോപ്പ് ഓഫ് ദ സിഗ്നൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എം ഓഫ് ടി ആണ് സിഗ്നൽ എങ്കിൽ അതിൻ്റെ ഡി ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ മാക്സിമം സ്ലോപ്പ് കണ്ടോ, ദിസ് ഈസ് എം ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ ഡി ബൈ ഡി ടി എടുക്കുക, അപ്പോൾ സ്ലോപ്പ് കിട്ടും. മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് സ്ലോപ്പ്. ഓക്കെ, ഡെൽറ്റ ബൈ ടി എസ് ഷുഡ് ബി ഓൾവേസ്, ആ സ്റ്റെപ്പ് സൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം സ്ലോപ്പ് ഓഫ് എം ഓഫ് ടി. ഇത് തരുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എം ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലോപ്പാണ്. സ്ലോപ്പ് ഓഫ് എം ഓഫ് ടി ആണ്. അപ്പോൾ ആ മാക്സിമം സ്ലോപ്പ് ഓഫ് എം ഓഫ് ടി
കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കണം ഡെൽറ്റ ബൈ ടി എസ്, ഓർ സ്റ്റെപ്പ് സൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മാക്സിമം സ്ലോപ്പ് ഓഫ് ഡി എം ഓഫ് ടി അല്ലേ. സ്റ്റെപ്പ് സൈസ് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിഗ്നലിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ടു അവോയ്ഡ് സ്ലോപ്പ് ഓവർലോഡ് എറർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെർ ഡെൽറ്റ ഈസ് ദ സ്റ്റെപ്പ് സൈസ്, ടി എസ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളിംഗ് ഇൻ്റർവൽ ആണല്ലേ, സാമ്പിളിംഗ് ഇൻ്റർവൽ ആണ് ടി എസ്. ഡെൽറ്റ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, നൗ സെക്കൻഡ് എറർ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് എററിൻ്റെ പേരാണ് ഗ്രാനുലാർ നോയ്സ് എന്ന് പറയും. ഓക്കെ, ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് കോണ്ടൻസേഷൻ എറർ ഈസ് വാട്ട്, ഗ്രാനുലാർ നോയ്സ്. അതെന്താണെന്ന് പറയാമോ? അത് സംഭവിക്കുന്നത് വളരെ കോൺസ്റ്റൻ്റായിട്ട് ഉള്ള പോർഷനിൽ, കണ്ടോ ഇവിടെ സ്ലോപ്പ് കുറവാണ്, ഓൾമോസ്റ്റ് റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണ് ഈ ഒരു പോർഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാമ്പിൾ വാല്യൂ എങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ ഒരു വാല്യൂ ഇതിനെക്കാട്ടി ലെസർ ആണ് അല്ലേ. ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ദിസ് വാല്യൂ, സോ മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. നോ എഗെയിൻ ഇത് നോക്കും. അപ്പോൾ ഈ വാല്യൂ ഇതിനെക്കാട്ടിയും കുറവാണ് അല്ലേ. മെസ്സേജ് സിഗ്നൽ ഈസ് ലെസർ ദാൻ ദ സ്റ്റെയർ കേസ് അപ്രോക്സിമേറ്റഡ് വാല്യൂ, അതുകൊണ്ട് മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് എഗെയിൻ ലെസറാണ്, ഇങ്ങനെ എത്തും. ഈ ഒരു പോർഷൻ നോക്കുമ്പം നോക്കി ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലെസറാണ്, സോ മൈനസ് ഉപയോഗിക്കും, മൈനസ് ഡെൽറ്റ. ഈ ഒരു വാല്യൂ നോക്കുവാണെങ്കിൽ ഈ ഒരു വാല്യൂവിനെക്കാട്ടിയും കുറച്ചുകൂടി ഗ്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുവാണ്. അപ്പം ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയർ കേസ് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ഹണ്ട് ചെയ്യുന്ന, ഓക്കെ, അല്ലെങ്കിൽ അതിങ്ങനെ ചുറ്റി നടക്കും, ഒരു ഹണ്ട് ചെയ്യുന്ന ഒരു വേവ് ഫോം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ഹണ്ട്, ഇറ്റ് ഹൺസ് എറൗണ്ട് ദ സിഗ്നൽ, എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? അതായത് ഈ ഒരു പാർട്ട് ഓഫ് ദ വേവ് ഫോം ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ, ഓക്കെ, ദാറ്റ് മീൻസ് ആ സ്ലോപ്പ് വളരെ കുറവാണ്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് പോർഷൻ ആകുമ്പോഴത്തേക്കും ഈ സ്റ്റെയർ കേസ് വേവ് ഫോം സിഗ്നൽ ഈസ് സെഡ് ടു hunt around the flat segment of the input signal. Okay, this staircase waveform, okay, the staircase waveform hunts, അങ്ങനെ പറയുന്നത് നമ്മൾ, hunts around the flatter portion of the input signal. ഓക്കെ, ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്ലാറ്റർ പോർഷനെ ചുറ്റിനും ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. സോ ഈ ഒരു എററിനെയാണ് നമ്മൾ ഗ്രാനുലാർ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കമ്പയർ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഹണ്ടിങ് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഒരു ഫോളോ ചെയ്യത്തില്ല. ഇറ്റ് ഹൺസ് around the signal എന്ന് പറയും. ഇറ്റ് ഹൺസ് around the flatter portion. ഇത് ഫ്ലാറ്റർ പോർഷൻ അല്ലേ, ഇതിനെയാണ് ഫ്ലാറ്റർ പോർഷൻ എന്ന് പറയുന്നത്. ആ ഹണ്ടിങ് ഓഫ് ദ ക്വാണ്ടൈസ്ഡ് സിഗ്നൽ, കണ്ടോ, ഇതാണ് ആ സ്റ്റെയർ കേസ് വേവ് ഫോം. ഹണ്ടിങ് അറൗണ്ട് ദ staircase waveform is hunting around the flatter portion of the input signal. അതിനെയാണ് ഗ്രാനുലാർ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റീപ്പ് പോർഷനിൽ സംഭവിക്കുന്ന എററും ഒന്ന് ഫ്ലാറ്റർ പോർഷനിൽ സംഭവിക്കുന്ന എററും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ക്വാണ്ടൈസേഷൻ എറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ഡെൽറ്റ മോഡുലേഷൻ. താങ്ക് യു.